എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ചായിട്ടുള്ള മാരാരി ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മാരാരി ബീച്ചിലേക്കുള്ള വരാനായിട്ടുള്ള ഒരു കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയാം. അതായത് നമ്മുടെ NH-66 ചേർത്തലയ്ക്കും ആലപ്പുഴയ്ക്കും ഇടയ്ക്ക് മാരാരിക്കുളം കളിത്തട്ട് എന്നൊരു ജംഗ്ഷനുണ്ട്. അവിടുന്ന് നേരെ ഒരു 3.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബീച്ചിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. പിന്നെ കൂടാതെ വേറൊരു വഴിയെന്ന് പറയുന്നത് ആലപ്പുഴ ചേർത്തല തീരദേശ റോഡ്. ആ റോഡിലൂടെ ചേർത്തലയിൽ നിന്നൊരു 15 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മാരാരിക്കുളം ബീച്ചിലെത്താൻ പറ്റും. അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നതെങ്കിൽ 14 കിലോമീറ്റർ, ഏകദേശം അതിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ടാണ് ഈ ഒരു ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മാരാരി ബീച്ചിലെത്തി. ചേർത്തല ആലപ്പുഴ കോസ്റ്റൽ റോഡിൽ നിന്ന് ഒരു 150 മീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് ദൂരമുള്ളൂ കേട്ടോ. അത് ഇവിടെ ഒരു ഓലയൊക്കെ മേഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ടൊരു സംഭവം ചെയ്തിരിക്കണം കേട്ടോ. ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വേറൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, മാരാരി ബീച്ച് ഹരിത വിനോദ സഞ്ചാര കേന്ദ്രം മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത്. ഇതിവിടെ ഈ റെസ്റ്റോറൻറ്റിൽ എന്തോ റിനോവേഷൻ പണികളൊക്കെ നടന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം ഓഫ് സീസൺ അല്ലേ. ഇവിടെ ഇതെന്താണ് സംഭവം? ഇത് കണ്ടോ, ഒരു കുരിശ് സ്തംഭമാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ തടിയാണെന്നേ തോന്നുള്ളൂ, പക്ഷേ ഇത് സിമെൻറ്റിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. ഇവിടെ ഒരു നീല പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ളൊരു ഭംഗിയായിട്ടുള്ളൊരു ബങ്കുണ്ട് കേട്ടോ. വാട്ടർ ATM 2025-26 വാർഷിക പദ്ധതി, അടങ്കൽ തുക 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ മുടക്കി ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇത് കുടിവെള്ളം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നോർമൽ വാട്ടറും ഉണ്ട്, ഹോട്ട് വാട്ടറും ഉണ്ട്. അതായത് നോർമൽ വാട്ടർ എടുക്കുന്ന ഇവിടെ ഒരു കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഹോട്ട് വാട്ടറിൻ്റെ അവിടെ കാണുന്നില്ല. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഇനി ഇതേ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് കുറേ തെരുവ് നായ്ക്കൾ കുറച്ചുകൊണ്ട് വരുന്ന കേട്ടോ. ആ പുള്ളിക്കാരൻ അത് നോക്കി തന്നെ നിൽക്കേണ്ട കേട്ടോ. ഇവിടെ വണ്ടിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കോഫി ഷോപ്പ് കണ്ട, കാപ്പി ബീൻ, അതാണ് അതിൻ്റെ പേര്. ഇവിടെ കിട്ടുന്നത് കാപ്പിച്ചിനോ, ഹോട്ട് ചോക്ലേറ്റ്, കോൾഡ് കോഫി, മൊജിറ്റോസ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ അവർ സെയിൽ ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയർ കണ്ട, അതൊരു വെറൈറ്റി സംഭവം തന്നെയാണ് കേട്ടോ. കാപ്പി ബീൻ ഇത് ഇവിടെയും 2 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വലത് ഭാഗത്തേക്കൊന്ന് പോകാം. എന്താ അവിടെ ഒരു കടയുടെ മുമ്പിൽ ഒരു ടേബിളിൽ കുറച്ച് കരിക്ക് വെച്ചിരിക്കുകയാണ്, നല്ല പച്ച കളറിലെ കരിക്ക്. സൈസ് ഇച്ചിരി ചെറുതാണെങ്കിലും നല്ല ഷേപ്പ് ഉണ്ട് കേട്ടോ. ഈ സണ്ണങ്കി തൈയുടെ കരിക്കാണെന്നാണ് തോന്നുന്നത്. ഇവിടെ വേറൊരു ഷോപ്പുണ്ട്, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉപ്പിലിട്ട സാധനങ്ങൾ, പൈനാപ്പിള്, ക്യാരറ്റ്, നെല്ലിക്ക, മാങ്ങ, ആ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു ഷോപ്പാണ് കേട്ടോ. അവരുടെ കൂട്ടത്തിൽ തന്നെ ചായ ഒക്കെ കൊടുക്കുന്ന ഒരു കടയും കൂടിയുണ്ട്. ഇത് മത്സ്യലേല ഹാളാണ് കേട്ടോ. ശ്രീ PP ചിത്തരഞ്ജൻ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ചിരിക്കുന്ന ഒരു സംഭവമാണത്, മത്സ്യലേല ഹാള്. അന്യസംസ്ഥാന വണ്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു AP രജിസ്ട്രേഷൻ ട്രാവലറാണ്. ആ വണ്ടിയിൽ വന്നവരാണിത്. ഇവിടെ അവർ ആ ലേല ഹാളിൽ വെച്ചിട്ട് ഫുഡൊക്കെ റെഡിയാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നു. ഇവിടെ അന്യസംസ്ഥാനത്തു നിന്നും അതുപോലെ തന്നെ വിദേശികളും നമ്മുടെ നാട്ടിൽ നിന്നുള്ളതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരുന്നൊരു വലിയൊരു ബീച്ചാണ് കേട്ടോ ഇത്. ഇവിടെ 2 ഐസ്ക്രീം വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ടാണ് ഇന്ന് ആള് കുറവായിട്ടുള്ളത്. സീസണിൽ നല്ല തിരക്കുള്ളൊരു ബീച്ചാണ് കേട്ടോ ഇത്. ഇവിടെ കോസ്റ്റൽ പോലീസ് ഒരു കോഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്, ഡേഞ്ചർ ഏരിയ, അപകടകരമായ വിധം തിരകൾ ഉള്ളപ്പോൾ കടലിനടുത്ത് ഇറങ്ങുന്നത് ഒഴിവാക്കുക. ഈ സമയത്തൊക്കെ കടൽ കൂടിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലിൽ ഇറങ്ങാതിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ശ്രമിക്കുക എന്നല്ല, ഇറങ്ങരുത്. വേറെയും ബോർഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കണം. മാലിന്യം വലിച്ചെറിയരുത്, ലംഘിച്ചാൽ 5000 രൂപ പിഴ. ഇത് അത്യാവശ്യം വൃത്തിയുള്ളൊരു ബീച്ചാണ് കേട്ടോ. ഒരുപാട് വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റൊക്കെ അതിൻ്റെ അകത്ത് നിക്ഷേപിക്കുക. അതുപോലെ തന്നെ ഇത് കണ്ട, ഇതിനോട് ചേർന്ന് തന്നെ ഒരു തോടുണ്ട്. അതിങ്ങനെ കടലുമായിട്ട് മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് അത് നിൽക്കുന്നത്. ഇനി വെള്ളം കൂടുന്ന സമയത്ത് ഇത് മുറിക്കുക ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ആ ഭാഗത്തൊക്കെ പോള നിറഞ്ഞു കിടക്കുകയാണ്. മാരാരി ബീച്ചിൻ്റെ എൻട്രൻസിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ തീരത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അതൊരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. പിന്നെ എൻ്റെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് വേറെയും ബീച്ച് വീഡിയോകളൊക്കെ ഞാൻ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ബീച്ച് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. സമയമുള്ളപ്പോഴൊക്കെ എല്ലാവരും കയറി ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
ഇവിടുന്ന് വടക്കോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നീണ്ട് വിശാലമായിട്ട് കിടക്കുന്ന മണൽപ്പരപ്പ് കണ്ട. ഇത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ കാണിച്ചില്ല, ചെത്തിയിലൊരു പുതിയ ഹാർബർ, അവിടെ വരെ ഇതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. കടലിൽ ഇപ്പോൾ ഈ മഴയത് കാരണേ കടൽ കൂടി കിടക്കുക, നല്ല തിരമാലയുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് കരക്ക് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെക്കോട്ടും ഇത് നല്ല വിശാലമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഈ ഭാഗത്തൊന്നും സീവാളില്ല കേട്ടോ. ചെത്തി മുതൽ പൊള്ളത്തെ വരെയുള്ള ഈ ഒരു ഏകദേശം ഒരു 6 കിലോമീറ്റർ നീളത്തിൽ ഇത് ഈ മണൽപ്പരപ്പാണ്. ഒരു സ്വാഭാവികമായിട്ടുള്ള ബീച്ചാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പിന്നെ തിരമാല അടിച്ച് തീരം ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചൂളമരം അല്ലെങ്കിൽ കാറ്റാടി മരമാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഈ ബീച്ചിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് കണ്ട, ഈ നിരനിരയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുറേ കടകൾ കണ്ട. ഇത് എല്ലാം തന്നെ ഓല, മുള, അതുപോലെ തന്നെ അടക്കാമരവാരി, ഇതൊക്കെ ഉപയോഗിച്ച് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ചില ഇതിൻ്റെയൊക്കെ മേളിൽ ചോർച്ച തടയാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതലും ചായയും സ്നാക്സും ഫാസ്റ്റ് ഫുഡും ഒക്കെ കിട്ടുന്ന കടകളാണ് ഉള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ മഴയൊക്കെ ആയതുകൊണ്ട് ആൾ കുറവാണ്, അതുകൊണ്ട് തന്നെ പലതും ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന കുട്ടികളെയൊക്കെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതും അതുപോലത്തെ ഒരു സംരംഭമാണ് കേട്ടോ, മാരാരി ബീച്ച് ഹട്ട്. അതും ഇപ്പം അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു 6 കിലോമീറ്റർ ദൂരത്തോളം ഇവിടെ കടൽ ഭിത്തിയില്ലെന്ന്. അപ്പോൾ ഇവിടുത്തെ ആ തീരസംരക്ഷണത്തിന് വേണ്ടിയിട്ട് വളർത്തിയിരിക്കുന്ന ഇത് ചൂളമരത്തിൻ്റെ കാടാണ് ഈ കാണുന്നത്. ഇതുള്ളതുകൊണ്ട് ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വെയിലാണെങ്കിലും ഇതിൻ്റെ അകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല തണലും തണുപ്പും ഒക്കെ ഇരിക്കുള്ളൂ. അതുപോലെ തന്നെ മാരാരി ബീച്ചിൻ്റെ തീരത്ത് ഒരുപാട് തെങ്ങും തോപ്പുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ നാഷണൽ ജിയോഗ്രഫിക്കൽ സർവേ ലോകത്തിലെ ഏറ്റവും മികച്ച 5 ഹാമോക്ക് ബീച്ചുകളിൽ ഒന്നായിട്ട് ഈ മാരാരി ബീച്ചിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കടൽ തീരത്ത് കുറെ കസേരകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് കണ്ട. അതിനോട് ചേർന്ന് തന്നെ ഒരു കുടയും വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഈ കടക്കാരാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ ചെന്ന് ഇരുന്ന് ആ കസേരയിലിരുന്ന് ആ കുടക്കീഴിലിരുന്ന് കടൽക്കാറ്റും ഒക്കെ കൊണ്ട് അങ്ങനെ കടലിന്റെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. പക്ഷെ അവർക്ക് അതിനൊരു പേയ്മെന്റ് കൊടുക്കണം. ഒരു മണിക്കൂറിന് ഇത്ര രൂപ എന്നുള്ള നിരക്കിലാണ് അവർ വാങ്ങിക്കുന്നത്. ഒരു വള്ളം തകർന്നു പോയതിന്റെ തലമര ഇരിക്കണ കണ്ട. അതിന്റെ പെയിന്റ് ഒന്നും പോയിട്ടില്ല കേട്ടാ. അകത്തൊക്കെ കാട് പിടിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ്. നമ്മൾ ആ എൻട്രൻസിൽ കോസ്റ്റൽ പോലീസ് അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് വെച്ചാൽ തിര കൂടി നിൽക്കുന്ന സമയങ്ങളിലൊന്നും കടലിൽ ഇറങ്ങരുതെന്ന്. എന്നാലും ചില ആൾക്കാരൊക്കെ അത് ലംഘിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ഈ ബീച്ചിൽ ഈ തെരുവ് നായ്ക്കളുടെ സംഖ്യ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ വലിയ ശല്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അടമ്പിന്റെ വള്ളി പിടിച്ച് കിടക്കണ കണ്ട. ഇത് ഈ കടൽപ്പുറത്ത് മാത്രമേ ഇതിങ്ങനെ കാണാറുള്ളൂ. ഈ കടൽ മണ്ണിൽ വേറെ ഒന്നും കിളുക്കാറുമില്ലെന്ന് തോന്നുന്നു കേട്ടാ. വേറെ ഒരു പുല്ല് പോലും കാണുന്നില്ല ഇവിടെ. ഇവിടെ വോളിബോൾ കളിക്കാനായിട്ട് ഒരു ചെറിയൊരു കോർട്ടുണ്ട്. നെറ്റും പോസ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വേറൊരു ഫുട്ബോൾ കോർട്ടുണ്ട്. മാരാരിക്കുളം ബീച്ചിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അതൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. പിന്നെ എൻ്റെ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം. വലതുവശത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതേസമയം തന്നെ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.